ഇന്ന് വീട്ടിലത്ര സെറ്റപ്പൊക്കെ അറിയൊന്നുമില്ലാത്ത കാരണം ഞങ്ങൾ ഓഫീസിലേക്ക് വന്നപ്പോൾ ചോറ് എടുത്തില്ലായിരുന്നു. ഏകദേശം 11:30 ആയപ്പോഴത്തേക്ക് വിശപ്പിന്റെ വിളി വന്നു. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചിന്തിച്ച് ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു തലപ്പാക്കറ്റ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്താലോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് തൊടുപുഴയുള്ള മദ്രാസ് കഫേയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 20-25 മിനിറ്റ് കഴിയാണ്ട് ദമ്മ് പൊട്ടിക്കൂല. ഞങ്ങളെന്നാൽ തിരിച്ചു പോയിട്ട് ഒന്നുകൂടെ വരാമെന്ന് വിചാരിച്ചു, വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ വന്ന് കുറച്ച് തിരക്കിൽ പെട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചെത്തിയത് 1:30 ആയപ്പോഴത്തേക്കാണ്. അപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ആക്ച്വലി തലപ്പാക്കട്ടി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു ബിരിയാണി ആയിരുന്നു. സാധാ ബിരിയാണിക്കുള്ള നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. നല്ലൊരു കുരുമുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ. അതുപോലെ ചിക്കൻ ആയാലും നല്ല ടെൻഡർ ആയിരുന്നു. നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. ഈ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന അച്ചാറും സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഡേറ്റ്സ് അച്ചാറായതുകൊണ്ട് തന്നെ ഞാൻ അച്ചാറും കഴിച്ചു. പിന്നെ നല്ലൊരു സാലഡൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു മൊത്തത്തിൽ. കഴിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നതുകൊണ്ടാണോ ടേസ്റ്റ് കൂടുതലായതുകൊണ്ടാണോ ഒന്നുകൂടെ മേടിച്ചാൽ കൊള്ളാൻ തോന്നി. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ബിരിയാണി തീർന്നു എന്ന് പറഞ്ഞു. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വേറൊരു തലപ്പാക്കട്ടി കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കും കൂടെ പോവാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ സെറ്റ് ചെയ്തു. ഏകദേശം 180 രൂപയാണ് ഇവിടെ ചാർജ് ഒരു ബിരിയാണി. പക്ഷെ വർത്താണ്, നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് വിടുകയാണ്. അപ്പം അത് ഏത് സ്പോട്ടാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.